വാഹിദാണ്. ഞാൻ ഫിഷ് മാർക്കറ്റിലാണ് ജോലി ചെയ്യണത്. ഞാൻ ഭക്ഷണം കഴിക്കാത്ത ക്ഷീണമുണ്ട്. ഇങ്ങനെയല്ല, കുറച്ച് എനർജി ഉള്ള ഒരാളാണ്. അപ്പോളേ അങ്ങനല്ല, അതല്ല എനർജി ഇങ്ങനല്ല, കുറച്ച് വോയിസ് പവർ ആയിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നാൽ ഏതൊരാൾക്കും ചെറിയ, അതായത് നിങ്ങളെ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട്. അപ്പോൾ ആ ചെറിയ ലെവലിൽ ഇന്ന് ഈ ലെവലിൽ അവിടെ എത്തിയെങ്കിൽ നിങ്ങളെ കഴിവന്നാണ്. പക്ഷെ നിങ്ങളെല്ലാ ആശയത്തോടും നമുക്ക് യോജിപ്പില്ല. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ നിങ്ങളെ കുറിച്ച് യോജിക്കരുത് അല്ല, അതല്ല, അത് അങ്ങനെ പറയാം. നമ്മൾ അംഗീകരിക്കണം, പറയാനുള്ളത് പറയും വേണം. അപ്പോൾ നിങ്ങൾ ഒന്നടങ്ങുമ്പോൾ കാട്ടിൽ കയറി വെടിവെക്ക് ചെയ്തിന്. കാട്ടിൽ കയറിയിട്ട് മൊത്തം വെടിവെക്ക് ചെയ്തിന്. അതായത് പ്രവർത്തകരല്ലേ മൊത്തം ഇടതുവശം വലതുവശം മൊത്തം രാഷ്ട്രീയ പാർട്ടിക്കാരെ നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണെന്ന്. ആശയം ഉള്ളിലൊരു ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ അദ്ദേഹത്തിനാണ് മൂപ്പരെ അവിടെ എത്തിപ്പെടാം. ഞാൻ ഒറിജിനൽ ലീഗുകാരനാണ്. ഞാൻ ലീഗുകാരനാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ മറ്റുള്ള കേരളം ഒഴികെ മറ്റുള്ള എല്ലാ സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് ഇല്ല, അങ്ങനെ തന്നെ പറയാം. കമ്മ്യൂണിസ്റ്റ് എന്ന ആശയം എന്താണെന്ന് അറിയാവോ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. അങ്ങനല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാല് പൊതുപ്രവർത്തനം അവനാന് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ? അല്ല, അങ്ങനല്ല പറഞ്ഞത്. നിങ്ങളെ പറഞ്ഞു ആ പാർട്ടിക്ക് വേണ്ടിയിട്ട്. അതായത് ഒരാളെ ഞാൻ പഠിച്ചത് ഇന്നമൽ അഹ്മാലു ബിന്നിയാത്ത് എന്നാണ്. അതെ, അറബി വാക്ക്. എല്ലാ അമലുകളും ശരിയാകുന്നത് നിയത്ത് കൊണ്ടാണ്. നിങ്ങളൊരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാല് നമ്മൾ നടന്നിട്ട് വഴിയിലൂടെ പോകുമ്പോൾ ഒരു കല്ലെടുത്ത് മാറ്റൽ ജിഹാദാണ്. അതായത് ദൈവത്തിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണമെന്ന് സമ്മാണ്. അപ്പൊ നിങ്ങള് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ഇടതുവശം വലതുവശം BJP എല്ലാ നേതാക്കന്മാരും ഒന്നടങ്കം ആക്ഷേപിക്കുക. അങ്ങനെ എപ്പോഴും ആക്ഷേപിച്ചു? നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞു പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവനവനക്കിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഞാൻ മുമ്പ് അല്ലല്ല, പേരെടുത്ത് പറഞ്ഞില്ല. നിങ്ങള് പേരെടുത്ത് പറഞ്ഞു മൊത്തത്തിൽ ആക്ഷേപിക്കായിരുന്നു. അതായത് നമ്മൾ ഒരിക്കലും ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം ഞാൻ പറഞ്ഞത് താങ്കൾ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ് ഇതെല്ലാം തന്നെ. ബേസിക്കലി ഒന്നെങ്കിൽ അല്ല, ഞാൻ പറയട്ടെ, അതല്ല, ഞാന് പബ്ലിക്കില് രാഷ്ട്രീയ വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാന്. അത് അപ്പം നിങ്ങൾ, കാരണം നമുക്കൊക്കെ എന്ന് പറഞ്ഞാല് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അതിന് തെളിവാണ് കേരളത്തില് മുസ്ലിം ലീഗിന്റെ ഇതില് ബൈത്തുറഹ്മ 10,000-ൽ പരം പാവപ്പെട്ടവർക്ക് അവിടെ ജാതിയോ മതമൊന്നും കൊടുത്തില്ല. അതിൽ ഏറ്റവും കൂടുതൽ ഈ പാവപ്പെട്ട പ്രവാസികളാണ് കൊടുത്തത്. അപ്പൊ എനിക്ക് ഈ വേദിയിൽ നിങ്ങൾ ഈ പൊതുപ്രവർത്തകരെ ഒന്നടങ്കം ആക്ഷേപിക്കുമ്പോൾ അതൊക്കെ തുറന്നു പറയണം. കാരണം എന്താ പറഞ്ഞാല് 1, 2, 3 അങ്ങനെ പറഞ്ഞ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞു പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാല് അവനാന് വേണ്ടിയുള്ള പ്രവർത്തനം നിങ്ങൾ പറഞ്ഞു. അങ്ങനല്ല സുഹൃത്തെ ഞാൻ പറഞ്ഞത്. ആദ്യം ഞാൻ പറഞ്ഞത് താങ്കൾ മനസ്സിലാക്കൂ. ആദ്യം അതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബർമാരോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ നിങ്ങൾ അതിനെ വിശദീകരിക്കുകയും ചെയ്ത് പിണറായി വിജയന്റെ വീട്ടിൽ പോലും ഒരു സാധാരണ പ്രവർത്തകനിക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അപ്പൊ ആ മുന്തിരി പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് താങ്കള് കാണാൻ പോയിട്ടുണ്ടോ? ഏത് മുഖ്യമന്ത്രിയെ? അല്ല, ഇത് ഞാൻ ചോദ്യം ഉത്തരം പറയാം. താങ്കൾ കാണാൻ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ആര്? പിണറായി വിജയനെ? അല്ല, ഞാൻ പോയിട്ടില്ല. അപ്പൊ ഒരു തവണ ഞാൻ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വീഡിയോയുടെ റീച്ച് കിട്ടാൻ വേണ്ടി സംസാരിക്കുന്നത് രണ്ടാണ്. ഇവിടെ എന്ത് റീച്ചാണ്? ഞാൻ പറഞ്ഞു. അല്ല, ഇവിടെ എന്ത് റീച്ചാണ്? ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതായത് ഞാൻ പറയട്ടെ, അങ്ങനല്ല, ഒരു MLA പബ്ലിക്കായിട്ട് പറഞ്ഞതാണ് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നില്ല എന്നൊരു സമയത്ത്. അങ്ങനല്ല, ഉമ്മൻചാണ്ടിയെ ഞാൻ വഴി പിടിച്ചു നിർത്തി ഒപ്പിടിച്ചിട്ടുണ്ട്. പടിയിറങ്ങിപ്പോയ ഉമ്മൻചാണ്ടിയെ പുറകെ ഇറങ്ങിപ്പോയി എനിക്ക് പിടിച്ചൊപ്പിടിക്കാം. അങ്ങനെ ഒരിക്കലും അത് കാര്യം, അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, നല്ല തന്നെ ആവണം. കാര്യം നിങ്ങൾ ഇവിടെ സംസാരിച്ചത് നാട്ടിലാണെങ്കിൽ ഞാൻ പ്രതികരിക്കില്ല. കാരണം ചോദിക്കും എന്നോട്. അങ്ങനല്ല, ഇവിടുന്ന് പ്രതികരിക്കാൻ കാരണം എന്താ പറഞ്ഞാല് ഇന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന്റെ ആദ്യ വീതം പ്രവാസികളെ ഫണ്ടാണ് അവിടെ തന്നെ. ഇനി ഒരു പാവപ്പെട്ടന് വീടായിക്കോട്ടെ, അസുഖമുള്ളല്ലോ. അപ്പൊ ഇതൊക്കെ കൊടുക്കുന്ന ഉദ്ദേശം എന്താ അറിയോ? നിങ്ങൾ പറഞ്ഞു ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാല് അവനാണ്, അതായത് അവനക്ക് ആളാവാൻ വേണ്ടിയാന്നുള്ളത്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഇത് പണ്ടാരാണ്ട് പറഞ്ഞ കണക്കാ. സ്വയം ഒരു ചോദ്യം സൃഷ്ടിച്ച് അല്ലെങ്കിൽ സ്വയം ഒരു ഉത്തരം സൃഷ്ടിച്ച് അതിനുള്ളൊരു ചോദ്യം താങ്കൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഒരു ഉത്തരം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, അതിനുള്ള ചോദ്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം. അങ്ങനല്ല, ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നന്മ എന്താണ്? ജനങ്ങളുടെ ലക്ഷ്യമാണ്.
ഞാൻ പറയുന്നത് ഒന്നുകൂടെ കേൾക്കൂ. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും അവരുടെ ടിപ്പിക്കൽ ആശയം ജനനന്മയാണ്. അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ട് എങ്കിൽ ഡിഫറൻറ്റ് പാർട്ടികൾ ഉണ്ടാവുന്നു? ഇതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ആഗ്രഹം ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഫൈസലിക്കയുടെ ആഗ്രഹം ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഡോക്ടറുടെ ആഗ്രഹം ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ആഗ്രഹം ഒന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ പാർട്ടിയാവും. ഈ 150 പേരിൽ 5 പാർട്ടി വരണമെങ്കിൽ, ഞാൻ പറഞ്ഞത് ഈ 150 പേര് ഇവിടെ ഇരിക്കുന്നതിൽ ഒരു 5 രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുന്നെങ്കിൽ 5 പേർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ചിന്തകളും വ്യത്യസ്തങ്ങളായിട്ടുള്ള താല്പര്യങ്ങളും ഉണ്ടാവും. അതായത് ഒരു ഇടതുപക്ഷ അനുഭാവിയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ നയം. ഇത് തന്നെയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ നയം. ഇത് തന്നെയാണ് BJPയുടെ നയം. നിങ്ങൾ ആ ചിന്തയോടെ എനിക്ക് ഒറ്റ ഉത്തരം പറയുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ ഒരു 5 മക്കളുള്ള, അതായത് 5 മക്കളുള്ള, നമ്മൾ വെറുതെ തർക്കിക്കണ്ട. താങ്കൾ വിഷയം അറിഞ്ഞ അവിടെ കാട് കയറി സംസാരിക്കുകയാണ്. ഒരു കാര്യമില്ല. കാടടച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ജുനൈസ്, എനിക്ക് ജുനൈസിനോട് താല്പര്യമില്ല. താങ്കൾ അങ്ങ് കാട് കയറി പോയതുകൊണ്ടാണ് കേട്ടോ. ഒരു ചോദ്യം ഒരു മിനിറ്റ്, ഒരു തർക്ക വൈദ്യാക്കേണ്ട കാര്യമല്ല ഇവിടെ. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് കൃത്യമായിട്ട് താങ്കൾക്ക് മനസ്സിലാവും. പക്ഷെ ഇദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് ഇദ്ദേഹം അവിടെ കൃത്യമായിട്ട് മറുപടി പറയുകയും ചെയ്തത്. ഹൈദരാബാദ് ഇപ്പം ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. തീർച്ചയായിട്ടും എതിരഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം വേണം, എല്ലാവർക്കും വേണം. അല്ല, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഞാൻ വേണം ഹൈദരാബാദ് അങ്ങനെ വേണം. ചർച്ച നടക്കുമ്പോൾ അങ്ങനെ ഗംഭീരമായിട്ട് ചർച്ച പോകും. അല്ല, ഇഷ്ടമാണ്. ക്ഷമിക്കണം, ഒരു ക്ഷമ ഞാൻ ചോദിക്കുകയാണ്. അത് കാര്യം ഇദ്ദേഹം വന്നിട്ടുണ്ട്, അപ്പം പോകാൻ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യാം. ഈ നല്ലതാണ് നമ്മളിപ്പം എപ്പോഴും ക്രിയാത്മകമായ വിമർശനങ്ങൾ നല്ലതാണ്. പക്ഷെ വിമർശനം ക്രിയാത്മകമായിരിക്കണം. എങ്കിൽ മാത്രമേ താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് എന്നിൽ നിന്നൊരു നല്ല ഉത്തരം വരത്തുള്ളൂ. ഞാൻ എൻ്റെ ഈഗോയിൽ നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു സാധനമില്ല. ഞാൻ സംസാരിക്കുന്ന ഒരു വിഷയത്തിൽ എനിക്ക് ശരികൾ കൊണ്ടുവരണമെങ്കിൽ താങ്കളുടെ ചോദ്യവും ക്രിയാത്മകമായ വിമർശനമായിരിക്കണം. പക്ഷെ താങ്കളുടെ ഒരു പ്രസ്താവന എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ആയിപ്പോയി ആ ചോദ്യം. അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിരുന്നില്ല ഒന്നത്. പിന്നെ താങ്കളോട് ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. ഇത് പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ എൻ്റെ പേഴ്സണൽ ക്ഷമ. കാരണം തിരക്കായി, സമയമായിപ്പോയി. എപ്പോഴെങ്കിലും നമുക്ക് കണ്ടാലോ അല്ലാതെ എൻ്റെ നമ്പർ കിട്ടിയാലോ നമുക്ക് വിശദമായി സംസാരിക്കാം.